ഒരു ദൈവമേ ഉള്ളൂ, നാനാബുലുക്കു. ലോകം സൃഷ്ടിച്ചത് നനാബുലുക്കു ദൈവമാണ്. ലോകം സൃഷ്ടിച്ച നാനാബുലുക്കു പുരുഷനോ സ്ത്രീയോ അല്ല. നാനാബുലുക്കുവിന് 2 കുട്ടികളുണ്ട്, മാവുവും ലിസയും. ഇവരാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. മാവുവും ലിസയും ആരൊക്കെയാണെന്നറിയാമോ? ചന്ദ്രനും സൂര്യനുമാണ്. പടിഞ്ഞാറാണ് മാവുവിന്റെ താമസം, രാത്രിയാണ് അവളുടെ സമയം. എന്നാൽ കിഴക്കാണ് ലിസയുടെ താമസം, സമയം പകലും. ലോകാരംഭത്തിൽ തന്നെ നാനാബുലുക്കുവിന് സഹായത്തിന് ഒരു മഴവിൽ സർപ്പത്തെ സൃഷ്ടിച്ചിരുന്നു. എയ്തോ ഹ്യൂദോ എന്നായിരുന്നു ഭീമാകാരനായ ആ മഴവിൽ സർപ്പത്തിന്റെ പേര്. മഹാശക്തനാണ് എയ്തോ ഹ്യൂദോ. ലോകത്തെ ചുമലിലേറ്റാൻ പോലുമുള്ള കരുത്തുണ്ടായിരുന്നു അവന്. ഈ സർപ്പത്തിന്റെ വായ്ക്കുള്ളിൽ ഇരുന്നാണ് നാനാബുലുക്കു ദൈവം ലോകം ചുറ്റുക. മഴവിൽ സർപ്പത്തിന്റെ യാത്രക്കിടയിൽ പല കുഴപ്പങ്ങളും സംഭവിക്കും. പർവ്വതങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകും, നദികൾക്കും താഴ്വരകൾക്കും വരെ രൂപമാറ്റങ്ങൾ ഉണ്ടാകും. മനുഷ്യരെയും മൃഗങ്ങളെയും മരങ്ങളെയും ഒക്കെ നാനാബുലുക്കു സൃഷ്ടിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ഭൂമിയിലെ വസ്തുക്കളുടെയും മറ്റും ഭാരം താങ്ങാവുന്നതിലും കൂടുതലായി എന്ന് നാനാബുലുക്കു ദൈവത്തിന് മനസ്സിലായി. സമനില തെറ്റി ലോകം ഉരുണ്ടുമറിഞ്ഞ് കടലിനടിയിലേക്ക് വീണുപോകുമോ എന്നായി നാനാബുലുക്കുവിന്റെ ഭയം. നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ ഭൂമിക്കടിയിൽ മെത്ത പോലെ ഒരു താങ്ങ് വെച്ചാലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. വേഗം താഴേക്ക് പോയി ഭൂമിക്ക് ഒരു താങ്ങായി കിടക്കാൻ എയ്തോ ഹ്യൂദോവിനോട് നാനാബുലുക്കു ദൈവം ആവശ്യപ്പെട്ടു. മഴവിൽ സർപ്പം അതനുസരിച്ചു. പക്ഷേ ഭൂമിക്കടിയിലെ ചൂട് അസഹ്യമായിരുന്നു. കടുത്ത ചൂടിൽ നിന്ന് മഴവിൽ സർപ്പത്തെ രക്ഷിക്കുവാൻ നാനാബുലുക്കു ദൈവം വഴി കണ്ടെത്തി. അദ്ദേഹം ഒരുപാട് വെള്ളമുണ്ടാക്കി. അങ്ങനെയാണ് സമുദ്രമുണ്ടായത്. ഭൂമിക്കടിയിൽ ചുരുണ്ടുകൂടിയിരുന്ന് എയ്തോ ഹെയ്തോ കാലം കഴിച്ചുകൂട്ടി. എങ്കിലും തുടർച്ചയായ ഇരുപ്പിൽ അസ്വസ്ഥനാകുമ്പോൾ മഴവിൽ സർപ്പം ശരീരമൊന്നനക്കി ചുരുണ്ടുകൂടും. അപ്പോൾ മുകളിൽ ഭൂമി ആകപ്പാടെ ഒന്ന് ഇളകും. അതാണ് ഭൂമി കുലുക്കം. എയ്തോ ഹ്യൂദോവിന് ഭക്ഷണം നൽകാനായി ദൈവം കടലിനടിയിലെ ചുവന്ന കുരങ്ങന്മാരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. തീയിൽ ഉരുക്കി പഴിപ്പിച്ചെടുത്ത ഇരുമ്പ് കട്ടകളാണ് സർപ്പത്തിന്റെ ഭക്ഷണം. കുരങ്ങന്മാർ അത് തയ്യാറാക്കി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷെ ഒരിക്കൽ ഇരുമ്പ് കട്ടകൾ തീർന്നു പോകും. വിശപ്പു തീർക്കാൻ നിവൃത്തിയില്ലാതെ എയ്തോ ഹ്യൂദോ സ്വന്തം വാൽ തന്നെ ചവച്ചു തിന്നും. വാല് വായിലാകത്തക്ക വിധം ചുരുണ്ടാണല്ലോ മഴവിൽ സർപ്പത്തിന്റെ കിടപ്പ്. വാലിൽ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയിൽ മഴവിൽ സർപ്പം പുളയും. ഭൂമി തുടർച്ചയായി കുലുങ്ങും. ഭൂമിയിലെ സർവവും നിലം പതിക്കും. പിന്നെ നിലതെറ്റി കടലിലേക്ക് മുങ്ങിപ്പോകും. അങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത്. ലോകാവസാനത്തെ കുറിച്ച് ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു കഥയാണിത്. കേൾക്കുമ്പോൾ നമുക്ക് ഇന്ന് പരിഹാസവും പുച്ഛവും അതുപോലെ തന്നെ ചിരിയും തോന്നുമെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ കഥകൾക്ക് വളരെ വലിയ പ്രസക്തിയാണ് ഉണ്ടായിരുന്നത്. ഭൂമിയുടെ ആരംഭത്തെക്കുറിച്ചും അന്ത്യത്തെക്കുറിച്ചും ഇത്തരത്തിൽ ആയിരക്കണക്കിന് കഥകളാണ് ലോകത്തെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത്തരത്തിൽ പല കഥകളും പ്രചാരത്തിലുമുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.